ഭാരതം ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാറിന് രൂപം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യയിലൂന്നിയ പ്രതിരോധ സഹകരണം യാഥാർത്ഥ്യമാക്കുമെന്നും ആണവോർജ്ജ മേഖലയിൽ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി പറഞ്ഞു. ഇസ്രായേലിൽ നിന്ന് ലഭിച്ച പുരസ്കാരം 140 കോടി ഭാരതീയർക്ക് സമർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. कल मुझे इजराइल के पार्लियामेंट को संबोधित करने का अवसर मिला. वहां मुझे स्पीकर ऑफ द क्नेसेट मेडल से भी सम्मानित किया गया. मैं इस सम्मान के लिए क्नेसेट स्पीकर महोदय, मेरे मित्र प्रधानमंत्री नेतन्याहू और इजराइल के लोगों का हार्दिक आभार व्यक्त करता हूं और इसे 140 करोड़ भारतवासी और भारत इजराइल मित्रता को मैं समर्पित करता हूं. आज की बैठक में हमने अपने सहयोग को नई दिशा और तेज गति देने पर चर्चा की. हमारा आर्थिक सहयोग ग्रोथ, इनोवेशन और शेयर्ड प्रॉस्पेरिटी का इंजन बना हुआ है. आपसी निवेश को बढ़ावा देने के लिए हमने पिछले वर्ष बायलैटरल इन्वेस्टमेंट एग्रीमेंट किया. हम शीघ्र ही एक म्यूचुअली बेनिफिशियल फ्री ट्रेड एग्रीमेंट को भी अंतिम रूप देंगे. टेक्नोलॉजी हमारी भावी साझेदारी का केंद्र है. आज हमने क्रिटिकल एंड इमर्जिंग टेक्नोलॉजी पार्टनरशिप स्थापित करने का निर्णय लिया है. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഭാരതം ഇസ്രായേൽ നയതന്ത്ര ബന്ധം പുതിയ വാതായനങ്ങൾ തുറക്കുകയാണ്. സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ വലിയ വികസന നേട്ടങ്ങൾക്കും പദ്ധതികൾക്കും തന്നെയല്ലേ തുടക്കം കുറിക്കുന്നത്? റോണി, ഗുഡ് ഈവനിങ്. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായിട്ടുള്ള ഇസ്രായേൽ സന്ദർശനത്തിൽ ഇതിനോടകം തന്നെ വിവിധ മേഖലകളിലായി, അത് AI മേഖലയിലും ആണവോർജം, കാർഷികം തുടങ്ങി വിവിധ മേഖലകളിലായി 12ഓളം കരാറുകൾ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ അതീവ സവിശേഷ ബന്ധം പുലർത്തും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇസ്രായേൽ എന്ന രാജ്യം ഭാരതത്തെ സംബന്ധിച്ച് എല്ലാ ഘട്ടങ്ങളിലും, അത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും അല്ലാതെയും എല്ലാം തന്നെ ഭാരതത്തിൻ്റെ ഒരു വിശ്വസ്ത പങ്കാളിയായി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായ സന്ദർശനം ഉണ്ടായത്. ആ സന്ദർശനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള സംയുക്ത പ്രസ്താവനയിലാണ് വിവിധ കാര്യങ്ങൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. അതിലേറ്റവും പ്രധാനം ഇസ്രായേലുമായൊരു സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ തന്നെ രൂപം നൽകും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ അമേരിക്കയുമായും കൂടാതെ യൂറോപ്യൻ യൂണിയനുമായും ഭാരതം സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. അറബ് രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ടേംസ് ഓഫ് കണ്ടീഷൻ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി ഇസ്രായേലുമായും സ്വതന്ത്ര വ്യാപാര കരാറിന് രൂപം നൽകും എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. കൂടാതെ ഭാരതവും ഇസ്രായേലും ഭീകരതയെ ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. ഭീകരതയെ ഏത് രൂപത്തിലും, അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള ഭീകരതയെയും ഭാരതവും ഇസ്രായേലും ഒരുമിച്ച് നിൽക്കും. ഭീകരതയ്ക്ക് ലോകരാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തി. കൂടാതെ സമാധാനമാണ് ഭാരതത്തിൻ്റെ ആശയം. അതുകൊണ്ട് തന്നെ ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഭാരതത്തിൻ്റെ പരിപൂർണ പിന്തുണയുണ്ട് എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. വിവിധ തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾക്ക്, ലോകത്തെവിടെയുമുള്ള സമാധാന ശ്രമങ്ങൾക്ക് ഭാരതത്തിൻ്റെ പിന്തുണയുണ്ടാകും. കൂടാതെ ഇസ്രായേലിൽ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിക്കുകയുണ്ടായി. ഇസ്രായേൽ പാർലമെന്റിൽ സ്പീക്കർ നൽകിയിട്ടുള്ള പുരസ്കാരം 140 കോടി ഭാരതീയർക്കും കൂടാതെ ഭാരതത്തിൻ്റെയും ഇസ്രായേലിൻ്റെയും സൗഹൃദത്തിനും വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ളത് കൂടിയാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തത്. ഒപ്പം ബെഞ്ചമിൻ നെതന്യാഹു ഭാരതത്തിൻ്റെ വളർച്ചയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം മികവിനെയും പ്രശംസിക്കുകയുണ്ടായി. ഇരു രാജ്യങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഒരുമിച്ച് നിൽക്കും. AI പുതിയ യുഗത്തിലും ഭാരതവും ഇസ്രായേലും ഒരുമിച്ച് തന്നെ നിൽക്കും. കാരണം പുരാതന സംസ്കാരത്തിൽ അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഭാവിയെ വെട്ടിപ്പെടുക്കാൻ ദൃഢനിശ്ചയമെടുത്ത രണ്ട് രാജ്യങ്ങളാണ് ഭാരതവും ഇസ്രായേലും. ആ രണ്ട് രാജ്യങ്ങളും മുൻപോട്ട് ഒരുമിച്ച് നീങ്ങും എന്ന പ്രഖ്യാപനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് പ്രധാനമന്ത്രി ഇസ്രായേൽ എത്തിയിട്ടുള്ളത്. ഈ 2 ദിവസങ്ങളിലെ കൂടിക്കാഴ്ചയിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടായി. ഇരു രാജ്യങ്ങളും തമ്മിൽ 12ലധികം കരാറുകളിൽ ഒപ്പുവെച്ചു.
ഭാരതവുമായി അതീവ സവിശേഷ ബന്ധം പുലർത്തും എന്നുള്ളതാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഭാരതം ഇസ്രായേൽ നയതന്ത്ര ബന്ധം വലിയ മാനങ്ങൾക്ക് തന്നെയാണ് വഴി തുറക്കുന്നത് സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ.